മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം, ചപ്പാത്തി ഇവയ്ക്കൊപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള മട്ടറും പൊട്ടറ്റോയും മഷ്റൂമുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇവയൊന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ വെജിറ്റബിൾ കുറുമയായി ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇച്ചിരി വലിയ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോൾ ഇത്രയും ഒരു അളവിൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചേർത്ത അളവൊക്കെ ഒന്ന് കുറച്ചെടുത്താൽ മാത്രം മതി. ഞാൻ 1 കപ്പ് അളവിലാണ് എല്ലാ വെജിറ്റബിളും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ബീൻസൊക്കെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. വെജിറ്റബിളെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടാണ് ഞാൻ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ മട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ മട്ടർ ആണെങ്കിൽ നേരത്തെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വേകാനായിട്ട് ഇച്ചിരിയുടെ സമയം കൂടുതലെടുക്കും വെജിറ്റബിളിനെക്കാട്ടിൽ. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഒറ്റ വിസിൽ അടുപ്പിച്ച് മാത്രമേ വേവിച്ചെടുക്കാവൂ. കഷ്ണങ്ങൾ അങ്ങ് വെന്തുടഞ്ഞു പോകാനായിട്ട് നിൽക്കേണ്ട. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഒത്തിരി അങ്ങ് എരിവ് ആവശ്യമില്ല. ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ആ ഒരു അളവിലാണ് ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളവും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. വെജിറ്റബിൾ വേകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം. എന്നാലേ നമ്മുടെ ആ കുറുമയ്ക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. സ്പൈസസ് ആയിട്ട് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 5 പീസ് ഏലക്കായും 5 പീസ് ഗ്രാമ്പൂ, മീഡിയം വലുപ്പമുള്ള 1 കഷ്ണവും പട്ടയുമാണ് സ്പൈസസ് ആയിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. സ്പൈസസ് കൂടി പോയി കഴിഞ്ഞാൽ കറിക്ക് നല്ല കുത്തലായിരിക്കും സ്പൈസസിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വലിയ ക്വാണ്ടിറ്റിയിലാണ് ഈ കുറുമ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നിങ്ങൾ ചെറിയ അളവിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ എടുക്കുന്ന സ്പൈസസിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചെടുക്കേണ്ടതാണ്. മീഡിയം വലുപ്പമുള്ള 2 സവോളയും 4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പേസ്റ്റുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മീഡിയം വലുപ്പമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർത്താലും മതി. എരിവിന് വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്താണ് വെജിറ്റബിൾ വേവിച്ചത്. അപ്പോൾ ഈ ഒരു പച്ചമുളക് കൂടെ നമുക്കിനി ഈ കറിക്ക് ആവശ്യമുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം. നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. ഉള്ളിയൊന്ന് വാടി കിട്ടിയാൽ മതി. നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇളക്കി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്തു. ഇതിനകത്തോട്ട് കുറച്ച് പൊടികളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിളിൽ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ നമുക്ക് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഗരം മസാല പൊടിയുടെ അളവ് കൂടി പോകരുത്. പൊടികളൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെ. ഇനി കറി കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത്, ഞാനൊരു 15 പീസോളം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ രണ്ടും കൂടെ ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മുടെ കറി നല്ല കുറുകി നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി ആ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തത് ഈ തേങ്ങായാലും കശുവണ്ടിയിലും ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുകയാണ്. തേങ്ങായും കശുവണ്ടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റും കൂടെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ചൂടാറിയ ശേഷമാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ചൂടാറിയ ശേഷം ഈ കൂട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കേണ്ടത് ഈ ചൂടാറിയ ഈ കൂട്ടിനകത്തോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ മല്ലിയിലയുടെ ആ പച്ച ഒരു കളറുണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മല്ലിയില വഴറ്റാതെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട്. വെജിറ്റബിൾ ഞാൻ ഒരു വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വേവിച്ച കോണും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. കഷ്ണങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കണം.
ഇവിടെ ഞാനൊരു 12 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഈ കറി തയ്യാറാക്കി എടുത്തേക്കുന്നത്. ചപ്പാത്തിക്കൊപ്പം കഴിക്കുന്ന രീതിയിൽ തന്നെ. അപ്പോൾ ചെറിയൊരു അളവിലാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഈ ചേർത്ത് കൊടുത്ത സ്പൈസസിൻ്റെ അളവൊക്കെ കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു 12 പേർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയാൽ. ഗ്രേവി എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇവ ഇളക്കി ഇനിയൊന്ന് ചൂടാക്കി എടുക്കണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ മല്ലിയില വഴറ്റാതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ഒരു ഗ്രീൻ കളറിൽ നമ്മുടെ കുറുമ കിട്ടിയിരിക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വഴറ്റാതെ നമ്മളൊന്ന് അരച്ച് ചേർത്ത് കൊടുത്ത് നോക്കിയാൽ നല്ല രുചിയാണ്. കശുവണ്ടി അതുപോലെ തന്നെ തേങ്ങയും നമ്മൾ അരച്ച് ചേർക്കുന്നതായതുകൊണ്ട് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ഇനിയും പൊട്ടറ്റോയും കൂടെ ഉടച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കറി നല്ലതുപോലെ ചൂടായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കറിയിലോട്ട് നമുക്കൊന്ന് താളിച്ചും കൂടെ ചേർക്കണം. ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മൾ താളിച്ച് ചേർക്കുകയാണെങ്കിൽ. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് താളിച്ച് ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കുറച്ച് കറി ലീഫും അതുപോലെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതും കൂടിയാണ് നമ്മൾ മൂപ്പിച്ച് ചേർക്കുന്നത്. നമ്മൾ കൊച്ചുള്ളി ഇവിടെ വറുത്ത് ചേർക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കളറ് വ്യത്യാസം വരും കുറുമയ്ക്ക്. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് പച്ചമുളകാണ് ഞാൻ ഇതുവരെ വറുത്ത് ചേർക്കുന്നത്. 2 വറ്റൽമുളക് നുറുക്കിയതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട് കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച് ചേർത്താലും കറിക്ക് കുറച്ചും കൂടെ റിച്ചായി കിട്ടും. മൂപ്പിച്ചെടുത്ത കൂട്ടിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറുമയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റ് തന്നെയാണ് ഈ കുറുമ. ഒരു തവണ തയ്യാറാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകുകയുള്ളൂ. കറി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമ്മൾ സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് അപ്പം, നെയ്ച്ചോറ്, പത്തിരി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് നല്ല കിടു കോമ്പിനേഷനാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ കുറുമ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ ഒരു കുറുമയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും. നല്ല ക്രീമി ആയിട്ടുള്ള ഇതുപോലത്തെ കുറുമയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ ഇതൊക്കെ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഈ റെസിപ്പി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിൽ ഒരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്. വീണ്ടും അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.